എന്നും വിചാരിക്കും തലേ ദിവസം പ്ലാൻ ചെയ്യണം നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ ഇന്നും മറക്കുന്ന ഒരു കാര്യം കൂടെയാണ് കേട്ടോ. അത് പിന്നെ രാവിലെ നീച്ചിട്ടായിക്കാരം ഇനിയിപ്പോൾ എന്താ പ്രഭ എന്ന് ഉണ്ടാക്കുക എന്നുള്ളത് ആലോചിച്ചാൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് അതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും ഇഷ്ടം. അപ്പോൾ ഇന്നൊന്നും ഉണ്ടാക്കാനുള്ളത് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 4 ഉള്ളിവട ഇങ്ങോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഉള്ളിവടയോ ബ്രേക്ക്ഫാസ്റ്റിനോ എന്ന് വിചാരിക്കുന്നുണ്ടാകും. പിന്നെ ഇതാണോ ഉള്ളിവട എന്നുള്ള കമൻറ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ നിരോധിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഉള്ളി വെച്ചുണ്ടാക്കുന്ന എല്ലാ വടയെയും നമ്മൾ ഉള്ളിവട എന്നാണ് പറയുന്നത്. അപ്പോൾ പൊക്കവട എന്ന് ഇതിന് ചില നാട്ടിൽ പറയും കേട്ടോ. നമ്മളിവിടെ ഉള്ളിവട തന്നെയാണ് പറയുക. പൊക്കവട ഉള്ളിവട എന്താണെങ്കിലും അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്തിക്കാണ്ട് ഞാനതൊക്കെ കുഴച്ചെടുത്തുങ്ങാണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിങ്ങാണ്ട് എടുക്കാൻ കേട്ടോ. കുറേ ആയിക്കോണം ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. എന്നുണ്ടാക്കിയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോൾ ഇന്ന് അതുണ്ടാക്കാൻ വിചാരിച്ചു. ചായയും ഉള്ളിവടയും അല്ലെങ്കിൽ വെള്ളമോ ഉള്ളിവട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇന്ന് ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കണം അതന്നെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അതിപ്പോൾ 4 മണിക്ക് ചായക്കടി അങ്ങനെയൊന്നും ഇല്ലാന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ സെർബത്തും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിവടയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചോൻ ഇന്നല്ലേ വോട്ടെണ്ണൽ എന്നുള്ളത്. ഞാനങ്ങനെ ഈ പാർട്ടിപരമായിട്ട് ഭയങ്കര അത്രയും ഇഷ്ടം അങ്ങനെ ഒരു മൊഹബത്ത് അതൊന്നുള്ള അങ്ങനെയുള്ള ഒരാളെന്നല്ല കേട്ടോ. പക്ഷെ ഇന്ന് കേരളം മൊത്തം ആരാണ് ജയിച്ചതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതിന് വേണ്ടി മാത്രം എനിക്കിതിലൊക്കെ അങ്ങനെ ആഗ്രഹം അതാണ് ഞാൻ അങ്ങനെ കൈകൊണ്ട് അങ്ങനെ കാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു വാർത്ത കണ്ടിരുന്നത് ഇപ്പോൾ അത് ഉച്ചയായാലും തീരൂലല്ലോ. പിന്നെ ഞാനപ്പോൾ ഇങ്ങനെ സായിത്താത്താനെയും പോയി വിളിച്ചു കൊടുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും പാടെ ഇരുന്ന് കണ്ട് പിന്നെ ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴാണ് റബ്ബേ ചോറൊന്നും വെച്ചിട്ടില്ലല്ലോ കുട്ടികൾക്ക് ചോറ് വെക്കണ്ടേ എന്നുള്ള ഓർമ്മ. അങ്ങനെ വേഗം വന്നുങ്ങാണ്ട് മീനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ. രാവിലെ തന്നെ ചായയും കടി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ. അപ്പോൾ അതും അവിടെ കവറിൽ ഒത്തിരിക്കായിരുന്നു. വേഗം വന്നുങ്ങാണ്ട് കുക്കറിൽ അരി തീമിട്ടുങ്ങാണ്ട് മത്തിയായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടാകുന്നത്. അത് നന്നാക്കി കൊടുന്നു. ഇനിയിപ്പോൾ പൊരിക്കാനും വേറെ കറി ഉണ്ടാക്കാനൊന്നും സമയമല്ല. സമയം ഇപ്പോൾ അത്യാവശ്യം 2 മണിയാവാനായിട്ടുണ്ടായിരുന്നു. വേഗം എന്ത് ചെയ്തു അതങ്ങോട്ട് വെള്ളം വറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പുളി ഒഴിച്ചിങ്ങാണ്ടുള്ള വെള്ളം വറ്റിക്കലാണ്. ഇതൊരു കറി വിത്ത് കൂട്ടാനെന്ന് പറയില്ല. ഭയങ്കര ടേസ്റ്റ് വന്നിട്ടോ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിക്ക് മഞ്ഞപ്പൊടി മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഒക്കെ ഇട്ടുങ്ങാണ്ട് കത്തിച്ച് നോക്കുമ്പോൾ കത്തൂലേ കഴിഞ്ഞു മക്കളെ കഴിഞ്ഞു 5-6 മാസമായിരുന്നു വെച്ചിട്ട്. എന്താണല്ലോ അതിൽ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10-20 ദിവസം ചെയ്യണം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ. അതുവരെ ഇനിയിപ്പോൾ അടുപ്പും അതുപോലത്തെ കറണ്ട് അടുപ്പും തന്നെ ശരണം. അപ്പോൾ എന്തായാലും വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് കറണ്ട് അടുപ്പിൽ സ്റ്റീലിലായിരുന്നു കേട്ടോ ഞാൻ ഈ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മങ്കുടുക്കിയിൽ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ശരിക്കും ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങളും ഇതായിരുന്നു.